ഇന്നെനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള 2 കമ്മലാണ് കേട്ടോ ചെയ്യണത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാൻ OHP ഷീറ്റിലാണ് കേട്ടോ ചെയ്യണത്. അവർക്ക് ഗോൾഡൻ്റെ കളറായിട്ടുള്ള വേണം കമ്മൽ. പിന്നെ ഒരാൾക്ക് ചെറിയൊരു വട്ടം മതി, മറ്റാൾക്ക് കുറച്ചും കൂടി വട്ടം വേണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ്റെ കളർ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഗോൾഡൻ്റെ ഒരു ഹാഫ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്, അതും ഗോൾഡൻ കളർ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റഡ് കമ്മലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം B7000ൻ്റെ ഗ്ലൂ ഈ OHP ഷീറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ രണ്ടും ഒപ്പം തന്നെ ചെയ്യണം കേട്ടോ. ഇത് ആദ്യത്തെ മോഡലാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതിൻ്റെ ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ ഇതിനും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഇതിൻ്റെ ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ഇതേപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ഇതേപോലെ തന്നെ അടുത്തതിനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ജോഡി കമ്മൽ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി സെറ്റായതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ രണ്ടാമത്തെ കമ്മൽ ആദ്യം ചെയ്ത പോലെ തന്നെ ഹാഫ് ബീഡ് തന്നെയാണ് കേട്ടോ ആദ്യം ഒട്ടിച്ചു കൊടുക്കണത്. ഇനി ഇതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോണിൻ്റെ ചെയിൻ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിനും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബോൾ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിനും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഇതിന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ കമ്മലും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും കുറച്ചുകൂടി വട്ടമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബോൾ ചെയിൻ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായി സെറ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
ഇതെല്ലാതും നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഇതിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വേറെ ഷേപ്പൊക്കെ വരുമ്പോൾ ഇടയിൽ നിന്നൊക്കെ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ അതെല്ലാതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കമ്മലിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓരോന്നിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതും ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയം പിടിക്കും. അത് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ കമ്മലിൻ്റെ ബേസൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിൽ കാർഡിൽ വെക്കാം കേട്ടോ. വലിയ കമ്മലിന് ഞാൻ വലിയ കാർഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതിന് ഇങ്ങനത്തെ ചെറിയ കാർഡാണ് എടുത്തുള്ളത്. അങ്ങനെ 2 കമ്മലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പാക്കിംഗ് കവറിൽ പാക്ക് ചെയ്യും കൂടിയും ചെയ്യാം കേട്ടോ. കമ്മലുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.